കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഇഡിയെ വിമർശിച്ച് മുഖ്യമന്ത്രി. രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനാണ് ഒന്നാം പ്രതിയായ ബാങ്ക് മുൻ സെക്രട്ടറിയെ മാപ്പുസാക്ഷിയാക്കിയതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. രക്ഷിക്കുന്നതിന് പ്രത്യുപകാരം ചെയ്തു കൊടുക്കുന്നുവെന്നും വിമർശനമുണ്ട്. മന്ത്രി പി രാജീവ് അടക്കമുള്ള CPM നേതാക്കൾക്കെതിരെ മുൻ സെക്രട്ടറി മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര അന്വേഷണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന വിമർശനം മുഖ്യമന്ത്രി ആവർത്തിച്ചത്. കരുവന്നൂർ ബാങ്ക് പരിധിക്ക് പുറത്തും തൃശൂർ ജില്ലയ്ക്ക് പുറത്തുമുള്ളവർക്ക് നിയമവിരുദ്ധമായി വായ്പകൾ അനുവദിക്കാൻ പി രാജീവ്, പാലോളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള CPM നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് കേസിൽ മാപ്പുസാക്ഷിയായ മുൻ സെക്രട്ടറി TR സുനിൽകുമാറിന്റെ മൊഴി. CPM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയ ഈ മൊഴി രാഷ്ട്രീയമായി തേജോവധം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൃഷ്ടിച്ചെടുത്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. യഥാർത്ഥ തെറ്റുകൾ ചെയ്ത ഒരാളെ മാപ്പുസാക്ഷിയാക്കി ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത്? അതാണോ സാധാരണ അന്വേഷണ രീതി? ഏതെങ്കിലും അന്വേഷണ ഏജൻസി അങ്ങനെ ഒരു നിലപാടെടുക്കുമോ? രാഷ്ട്രീയമായി ചിലരെ തേജോവധം ചെയ്യാനുള്ള പ്രചരണത്തിനുള്ള കരുക്കൾ ഇയാളിൽ നിന്ന് കിട്ടണം. സ്വാഭാവികമായി കിട്ടുമല്ലോ, കാരണം മാപ്പുസാക്ഷിയാകുന്നതിന്റെ അതിന്റെ ഭാഗമായിട്ടല്ലേ. സഹകരണ മേഖലയിലെ അഴിമതി ഒറ്റപ്പെട്ടതാണെന്നും 9ാം സഹകരണ കോൺഗ്രസിൽ മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കരുവന്നൂരിലെ നിക്ഷേപകരുടെ പ്രതിസന്ധിക്ക് ഒരുവിധം പരിഹാരമായി കഴിഞ്ഞുവെന്നാണ് സഹകരണ മന്ത്രി VN വാസവന്റെ വാദം. ഇപ്പോൾ 106 കോടി രൂപ അവിടെ നിക്ഷേപകർക്ക് മടക്കിക്കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കുകയാണ്. ഇനിയും ബാക്കിയുള്ളത് കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.